So now let's see the merits of median. We have already seen the merits of arithmetic mean, merits, demerits and characteristics. Now we are moving into merits of median. One merit is that it's very simple. നമ്മൾ കണ്ടുപിടിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി. നമ്മൾ ആ ഐറ്റം അങ്ങ് ലൊക്കേറ്റ് ചെയ്താൽ മതി, n+1/2 ഐറ്റം. So it's rather simple. Sometimes it can be located even by a mere glance. നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ n+1/2 എന്ന് കണ്ടുപിടിച്ചു, അത് ഫിഫ്ത്ത് ഐറ്റം ആണെന്ന് കണ്ടാൽ ആ നമുക്കൊന്ന് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനായിട്ട് സാധിക്കും. It's not affected by extreme item. നമ്മൾ in case of arithmetic mean നമ്മൾ പറഞ്ഞു, if you have too high and two values, there is a possibility that your mean can get skewed. പക്ഷെ here it is not the case. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പൊസിഷണൽ ആയതുകൊണ്ട് തന്നെ ഹിയർ വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് നമ്മൾ ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് എക്സ്ട്രീം ഐറ്റംസ് ഉണ്ടായാലൊന്നും അത് എഫക്റ്റ് ചെയ്യാൻ പോണില്ല. It is suitable for even such data which are not capable of numerical expression. Numbers ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഡേറ്റ പോലും, കറക്റ്റ് നമ്പേഴ്സ് ആയിട്ട് പറ്റാത്ത ഡേറ്റ പോലും നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. കാരണം നമുക്ക് ആ എത്രാമത്തെ ഐറ്റം ആണെന്നാണ് നമ്മൾ കാണണത്. ആ വാല്യൂ കണ്ടാൽ പിന്നെ ആ സീരീസിൽ നിന്ന് ഫിഫ്ത്ത് ഐറ്റം ആണെങ്കിൽ ഫിഫ്ത്ത്, അല്ലെങ്കിൽ 5.5 ഐറ്റം എന്ന് പറഞ്ഞാൽ ഫോർത്ത് പ്ലസ് ഫിഫ്ത്ത്. സോ ഐറ്റംസ് ആണ് നമ്മൾ നമ്പറിൽ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ കുറച്ച് നമ്പേഴ്സ് ആയിട്ട് കറക്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് പോലും നമുക്ക് മീഡിയൻ ആണ് കണ്ടുപിടിക്കാൻ സൗകര്യം. മീഡിയൻ ഈസ് ദ സ്യൂട്ടബിൾ ആവറേജ് ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ ആൻഡ് ക്ലാസ് സീരീസ്. അതായത് ഇപ്പോൾ മോർ ദാൻ 10, ഇപ്പോൾ 10 to 20, 20 to 30 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. മോർ ദാൻ 10 അങ്ങനെയൊക്കെയുള്ള ഒരു കേസസ് വരുമ്പോൾ നമ്മൾ അരിത്തമാറ്റിക് മീൻ നമ്മൾ പറഞ്ഞു, അരിത്തമാറ്റിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി പിന്നെയും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻ ഗ്രാഫിക്കലി. നമുക്ക് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫായിട്ട് വേണമെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഐറ്റംസ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് എത്രാമത്തെ ഐറ്റം ആണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുക, n+ ആ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലിയും കണ്ടുപിടിക്കാം. സോ മീഡിയൻ്റെ മെറിറ്റ്സ് ഇതൊക്കെയാണ്. ഇറ്റ് സിമ്പിൾ മെഷർ, we can locate it even by a mere glance, it is not influenced by extreme items. Those data which are not capable of being expressed numerically can also be median can be found for such data also. It can be determined graphically, and finally it is suitable for open and class series. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി let's see what are the disadvantages of median. Median is not based on all observation. നമ്മൾ arithmetic meanൽ പറഞ്ഞു അല്ലേ. In case of arithmetic mean, it is based on all the observation. നമ്മൾ ഓരോ ഒബ്സർവേഷനും കണക്കിലെടുത്തിട്ടാണ് യുവർ ഫൈൻഡിങ് അരിത്തമെറ്റിക് മീൻ. പക്ഷെ മീഡിയൻ അങ്ങനെയല്ല. നമ്മളൊരു ഇത്രാമത്തെ ഐറ്റം അങ്ങനെ ആ സൈസ് മാത്രം കൺസിഡർ ചെയ്യാണ്, അതിന് കറസ്പോണ്ടിങ് ഐറ്റം ലൊക്കേറ്റ് ചെയ്യാണ്. സോ ഇറ്റ്സ് നോട്ട് കൺസിഡറിങ് ദ എൻറ്റയർ ഐറ്റംസ് ഇൻ ദ സീരീസ്. അതുകൊണ്ട് തന്നെ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെന്റ്സ്, നമുക്ക് തന്നെ ഒരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ഇനി പഠിക്കും അരിത്തമെറ്റിക് മീൻ്റെ. അത്തരം മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും മീഡിയൻ ഇല്ല. അത് മാത്രമല്ല, അത്തരം മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഫർദർ ആൾജിബ്രിക് അരിത്തമെറ്റിക് ട്രീറ്റ്മെന്റ്സ് പോസിബിൾ തന്നെ. പിന്നെ ഇറ്റ് റിക്വയർസ് അറേയിങ് എന്ന് വെച്ചാൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഐദർ യു ആർ റൈറ്റിംഗ് ദ എൻറ്റയർ സീരീസ് ഇൻ ദ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആവശ്യമാണ്. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് നമ്മൾ ഇൻട്രാപ്പൊളേഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രാപ്പൊളേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് വി വിൽ ഗെറ്റ് ദ ആക്ച്വൽ വാല്യൂ. നമ്മൾ മീഡിയൻ ഇൻട്രാപ്പൊളേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് കണ്ടിന്യൂസ് സീരീസിൽ. അപ്പം അങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ അരിത്തമാറ്റിക് മീനൊക്കെ കണ്ട പോലെ കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല. അത് നമ്മൾ ഇൻട്രാപ്പൊളേറ്റ് ചെയ്യണം. നമ്മൾ ലോവർ ക്ലാസിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്, തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി ഇങ്ങനെയാണ്, ക്ലാസ് ഇൻ്റർവൽ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു അസംഷനിൽ നമ്മൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് സോ ദിസ് ഈസ് പ്രോബബ്ലി ദ മീഡിയൻ എന്ന് പറയാണ്. ഇറ്റ്സ് നോട്ട് ദ അപ്രോക്സിമേറ്റ് വാല്യൂ. പക്ഷേ അരിത്തമെറ്റിക്കിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഇറ്റ്സ് ദ പ്രോപ്പർ വാല്യൂ. കാരണം എല്ലാ ഒബ്സർവേഷനും കൺസിഡർ ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഇസ് ദ പെർഫെക്റ്റ് വാല്യൂ വിച്ച് വി ആർ ഗെറ്റിംഗ്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് ഓഫ് മീഡിയൻ. സോ മീഡിയൻ കമ്പാരിറ്റീവ്ലി ഒരു പൊസിഷണൽ ആവറേജ് ആണ്. നമ്മൾ ആ വാട്ട് ഇസ് ദ പൊസിഷൻ
പൊസിഷൻ n+1/2th ഐറ്റം, അങ്ങനെ ഒരു പൊസിഷനാണ് അവിടെ നമുക്ക് യു ആർ ഗിവിങ് ദി ഇമ്പോർട്ടൻസ്. പക്ഷേ ഇറ്റ്സ് സിമ്പിൾ, കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, നമുക്കൊന്ന് നോക്കിയാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻ. ഇങ്ങനെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ഒക്കെ എഴുതണം, അങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസും ഉണ്ട്. പക്ഷെ നമ്മളൊരു വൺ ഓഫ് ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ട് വി ആർ യൂസിങ് മീൻ